നമ്മുടെ ഇന്നത്തെ ഈ വേദിയിൽ വജ്രവ്യൂഹത്തിൽ ചോദ്യങ്ങളെ നേരിടാൻ എത്തുന്നത് ആരാണെന്ന് നമുക്ക് നോക്കാം. ശരത്തേട്ടാ, ഇന്നെത്തുന്നത് അമൃത വിദ്യാലയ കൊച്ചിയിൽ നിന്ന് രഘുറാം ആൻഡ് ഹരിഗോവിന്ദ്. നമുക്ക് സ്വാഗതം ചെയ്യാം രഘുറാം ആൻഡ് ഹരിഗോവിന്ദ്. അപ്പോ രഘുറാം, ഹരിഗോവിന്ദ് ചേച്ചി, പിന്നെ നമുക്കിവിടെ സയന്റിസ്റ്റുകളൊക്കെ ഉണ്ട് അല്ലേ? സയന്റിസ്റ്റ് ആവാനല്ലേ ഇഷ്ടം? ആണ്. അതുപോലെ സകലകലാ വല്ലഭരും ഇവിടെ ഉണ്ട്. പാട്ട് പാടും, തബല വായിക്കും. ഒരു മിനി ശരത്തേട്ടൻ. ശരത്തേട്ടൻ അങ്ങനെയല്ലേ? പാട്ട് പാടും, തബലയോ എന്ത് വേണമെങ്കിൽ കൊടുത്തോ, കീബോർഡ്, കഥകളി, എന്ത് വേണം. കഥകളി കളിക്കോ? അതൊക്കെ ട്രൈ ചെയ്യ്. ശരത്തേട്ടനെ റോൾ മോഡൽ ആക്കണം ഇത്തരം കാര്യങ്ങളിൽ. റെഡി അല്ലേ? അപ്പൊ നമ്മളുടെ ഈ ഒരു റൗണ്ടിന് പകിടിട്ടിട്ടാണ് നമ്മൾ സബ്ജക്ട് ഏതാന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത്. പകിടിട്ടതിന് ശേഷം അതിൽ വരുന്ന നമ്പർ എന്താണോ അതിന്റെ പിന്നിലായിരിക്കും നിങ്ങളുടെ ഈ ഒരു സബ്ജക്ട് ഒളിഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ സബ്ജക്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ക്വിസ് മാസ്റ്റർ നിങ്ങളുടെ ഒരു 7 ചോദ്യങ്ങൾ ഈ ഒരു സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് ചോദിക്കും. 4 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. 30 സെക്കൻഡ് ആയിരിക്കും നിങ്ങൾക്ക് ഉത്തരം പറയാൻ കിട്ടുന്ന സമയം. 30 സെക്കൻഡിന് ശേഷം ശരി ഉത്തരം പറഞ്ഞാൽ അത് വാലിഡ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. 30 സെക്കൻഡിനകത്ത് ശരി ഉത്തരം നൽകി കഴിഞ്ഞാൽ 10 പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. തെറ്റിക്കഴിഞ്ഞാൽ ടെൻഷൻ അടിക്കേണ്ട, പോയിന്റ്സ് ഒന്നും പോകത്തില്ല. എല്ലാം സെറ്റ് ആണോ? എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് പകിടി ഇട്ട് നോക്കിയാലോ? ഓക്കെ, വരും. അപ്പൊ ആരാ പകിടി ഇടുന്നേ? ഓക്കെ, അപ്പൊ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ട് പകിട 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 12 ഇട്ടോ. പകിട 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 12. അമ്പോ, ഇതുവരെ വന്നതിൽ ഏറ്റവും ബെസ്റ്റ് പകിട എറിയലായിരുന്നു ഇത്. എത്ര? 2, 4, 6, 8, 9 കിട്ടിയിരിക്കുന്നത്. നോക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ പകിട. ബാ. അപ്പൊ ഈ 9 പിന്നില് എന്താണ് സബ്ജക്ട് നമുക്ക് നോക്കാം. ലങ്കയിലെ കാഴ്ചകൾ. ഏത് കിട്ടണം എന്നായിരുന്നു ആഗ്രഹം? വെറുതെ എല്ലാവരോടും ഞാൻ ചോദിക്കുന്ന പോലെ ഞാൻ ചോദിക്കാം. ഏതായാലും പ്രശ്നമില്ല, എല്ലാം പെർഫെക്റ്റ് ആണ്. എന്റെ പൊന്നോ, ഒരു രക്ഷയില്ലല്ലോ. അപ്പൊ നമുക്കിനി നമ്മുടെ ക്വിസ് മാസ്റ്ററെ വിളിച്ചാലോ? വിളിക്കാം. വിദ്വാല ചേച്ചി. ചേച്ചിക്ക് പിന്നെയും ഒരു സയന്റിസ്റ്റിനെ കിട്ടിയിട്ടുണ്ട്. അതെ, സത്യം പറഞ്ഞ ഈ ഒരു റൗണ്ട് കാരണം എല്ലാവരുടെയും പേഴ്സണൽ കഴിവുകളും ചുറ്റുപാടും സ്കൂളൊക്കെ അല്ലേ കൂടുതൽ അറിയാൻ പറ്റും. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയാൻ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. രണ്ടുപേരും അമൃത വിദ്യാലയ കൊച്ചിയിൽ നിന്നാണ് അല്ലേ? നമുക്ക് ചോദ്യോത്തരങ്ങൾ പോവാം. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ 70 മാർക്ക് ഉറപ്പാ. അപ്പൊ ഇനിയിപ്പോ ചോദ്യങ്ങൾ ചോദിക്കണോ? ചോദിക്കാം അല്ലേ? ചോദിച്ചേക്കാം. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം. ഒരു വാനരൻ വിക്രമം കൊണ്ട് ലങ്കാലക്ഷ്മിയെ കീഴ്പ്പെടുത്തുമ്പോൾ അന്ന് രാക്ഷസർക്ക് ആപത്തടുത്തു എന്ന് ലങ്കാപുരിക്ക് വരം നൽകിയത് ആര്? ഓപ്ഷൻസ്: എ ബ്രഹ്മാവ്, ബി ശിവൻ, സി വിഷ്ണു, ഡി ദുർഗാദേവി. യുവർ ടൈമർ സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ എ ബ്രഹ്മാവ്. ബ്രഹ്മാവ്, സംശയമില്ല. ലോക്ക് ചെയ്യട്ടെ? എ ബ്രഹ്മാവ്. വിഷ്ണു അല്ല. അല്ല, ശിവനല്ലേ രാവണന്റെ ഏറ്റവും പ്രിയപ്പെട്ട ദേവൻ. പക്ഷെ ലങ്കാദേവിക്ക് വരം കൊടുത്തിരിക്കുന്നത് ബ്രഹ്മാവാണ്. ഇവിടെ പറഞ്ഞത് ശിവനല്ല. ഉറപ്പാണ്? വിഷ്ണു രാവണന്റെ ഇഷ്ടദേവനായതുകൊണ്ട് ചോദിച്ചതാ. ശിവനല്ല എന്നുള്ള ഉറപ്പാണ്. ഏതായാലും ആ ഉറപ്പ് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിക്കാം. എ ബ്രഹ്മാവ് ശരിയോ തെറ്റോ? ശരിയായ ഉത്തരം. ആദ്യത്തെ ചോദ്യം കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. 10 മാർക്കായി. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യം. രാവണന്റെ കൊട്ടാരത്തിൽ വിശ്വകർമാവിനാൽ പ്രശംസിക്കപ്പെട്ട വിശിഷ്ട വസ്തു എന്താണ്? എ രാവണന്റെ കനകസിംഹാസനം, ബി രാവണന്റെ അന്തപുരം, സി രാവണന്റെ വിശിഷ്ട വിമാനം, ഡി രാവണന്റെ ചന്ദ്രഹാസം. യുവർ ടൈമർ സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ സി രാവണന്റെ വിശിഷ്ട വിമാനം.
വിശിഷ്ട വിമാനം. ഓപ്ഷൻസ് ഉറപ്പാണല്ലോ? ലോക്ക് ചെയ്യട്ടെ. സി രാവണന്റെ വിശിഷ്ട വിമാനം. അല്ല അല്ല, രാവണന്റെ വിശ്വകർമ്മ എന്ന് പറയുമ്പോ ഒരു ആർക്കിടെക്റ്റ് ആണല്ലോ. അപ്പൊ പിന്നെ രാവണന്റെ വിമാനമാണോ? രാവണന്റെ അന്തപുരം അല്ലേ? അല്ല, രാവണന്റെ പുഷ്പക വിമാനം സൃഷ്ടിച്ചത് വിശ്വകർമാവാണ്. അപ്പൊ പിന്നെ അത് പക്ഷെ രാവണന് വേണ്ടിയിട്ടാണോ അല്ല സൃഷ്ടിച്ചത്? അല്ല, അത് കുബേരന് വേണ്ടിയിട്ടായിരുന്നു വിശ്വകർമാവ് ആദ്യം ഉണ്ടാക്കിയിരുന്നത്. വിശ്വകർമാവ് ലങ്ക ഉണ്ടാക്കിയ സമയത്ത് കുബേരന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. എന്നിട്ട് കുബേരനായിട്ട് യുദ്ധം ചെയ്ത് രാവണന് കിട്ടിയതാണ്. അപ്പൊ പിന്നെ താൻ ഉണ്ടാക്കിയത് താൻ തന്നെ പ്രശംസിക്കുകയാണോ വിശ്വകർമ്മ? അല്ല അല്ല, വിശിഷ്ട വസ്തുവിനെ വിശ്വകർമാവ് പ്രശംസിച്ചിട്ടുണ്ടെങ്കിലും അത് രാവണന്റെ കൊട്ടാരത്തിലാണ്. ഏതായാലും ഉത്തരം ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാം. സി രാവണന്റെ വിശിഷ്ട വിമാനം ശരിയായ ഉത്തരമോ തെറ്റോ? അത് നോക്കൂ. ഞാൻ പറഞ്ഞതാണ്, അത് തെറ്റാണ് അല്ലേ? തെറ്റാണോ? തെറ്റല്ല. ഉറപ്പല്ലേ? നോക്കാം. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ശരിയല്ല. ഏതായാലും നമുക്ക് രാവണന്റെ വിശിഷ്ട വിമാനം ശരിയായ ഉത്തരമാണ്. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. ഇപ്പൊ 20 മാർക്കായി. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. മൂന്നാമത്തെ ചോദ്യം, രാവണന്റെ പുഷ്പക വിമാനവും ലങ്കയും ആരുടെ സ്വന്തമായിരുന്നു? എ വിഭീഷണന്റെ, ബി വിശ്വകർമാവിന്റെ, സി മയന്റെ, ഡി കുബേരന്റെ. യുവർ ടൈമർ സ്റ്റാർട്ട്സ് നൗ. ഡി കുബേരനാണ് ആൻസർ. ലോക്ക് ചെയ്യട്ടെ? ഡി കുബേരൻ. ഡി കുബേരൻ ലോക്ക് ചെയ്യൂ. നേരത്തെ ഒരു കഥ പറഞ്ഞു കുബേരന്റെ ആണ്, അത് യുദ്ധം ചെയ്തിട്ട് എടുത്തതാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഉത്തരം ശരിയായിരിക്കണം അല്ലേ? ആയിരിക്കും. ആണ്. നോക്കാം. ഡി കുബേരൻ ശരിയോ തെറ്റോ? ശരിയായ ഉത്തരം. യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല, കാരണം ആദ്യമേ കഥ പറഞ്ഞു കഴിഞ്ഞു. വളരെ വൃത്തിയായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇതില് സ്പോട്ട് 100 എന്ന് പറഞ്ഞിട്ട് ഞാനായിരുന്നു അല്ലേ? ഞാനാണ്. അതെന്താ സാധനം? ശരിക്കും അത് വിക്രം സാരാഭായ് സ്പേസ് ഫൗണ്ടേഷൻ നടത്തിയിരുന്ന ഒരു എക്സാം ആയിരുന്നു. അതിൽ നമ്മുടെ ടോപ്പ് 100 യങ് സയൻറ്റിസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് വെച്ചാൽ അവർ ആസ്ട്രോണമി, സയൻസ്, മാത്സ് ഇങ്ങനത്തെ പല രീതിയിലുള്ള വ്യത്യസ്തകരമായ സബ്ജക്ട്സ് ചെയ്യുന്ന അവർ ക്വസ്റ്റ്യൻ ഞങ്ങളോട് ചോദിച്ചു. അപ്പം രാജ്യത്ത് നിന്ന് ഓൾ ഓവർ ഇന്ത്യ ആയിട്ട് ഒരു ടെസ്റ്റ് നടത്തി. എന്നിട്ട് അതില് അവർ 100 സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്തു. അതില് 100 സ്റ്റുഡൻസ് ഒന്നായിരുന്നു ഞാൻ. അത് ശരി. അപ്പൊ ഇതിന്റെ ഫൈനൽസ് എവിടെ വെച്ചായിരുന്നു? ഫൈനൽസ് ഞങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് തന്നെയാണ് നടത്തിയത്. അതെ. അപ്പൊ ഈ 100 സ്റ്റുഡൻസും അവരവരുടെ വീടുകളിൽ ഇരുന്നാണ് ഉത്തരം പറഞ്ഞത്. അന്ന് ഇതായിരുന്നു, കൊറോണ സമയമായിരുന്നു. 2020 അതല്ലേ? 2020. അതിൽ ഏതായാലും ഓൾ ഓവർ ഇന്ത്യയിൽ നിന്ന് ഒരു 100 സ്റ്റുഡൻസിൽ യു എ സെലക്ടഡ് എന്ന് പറയുന്നത് ഗ്രേറ്റ് അച്ചീവ്മെന്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ. നാലാമത്തെ ചോദ്യം, ലങ്കാപുരി നിർമ്മിച്ചതാരാ? എ മയൻ, ബി വിശ്വകർമാവ്, സി ആദിത്യൻ, ഡി കുബേരൻ. യുവർ ടൈമർ സ്റ്റാർട്ട്സ് നൗ. ബി വിശ്വകർമാവ്. ബി വിശ്വകർമാവ്. മയനല്ല? മയനല്ല. ഉറപ്പാണ്? രാക്ഷസന്മാരുടെ അത് മയനല്ലേ? ലോക്ക് ചെയ്യാം? ലോക്ക് ചെയ്യട്ടെ? ബി വിശ്വകർമാവ്. ബി വിശ്വകർമാവ് ലോക്ക് ചെയ്യൂ. മയനാണെന്നാണ് എനിക്ക് തോന്നുന്നത്, കാരണം രാക്ഷസന്മാരുടെ ആർക്കിടെക്ട് മയനല്ലേ? പക്ഷെ വിശ്വകർമാവായിരുന്നു ലങ്കയിൽ ഫസ്റ്റ് ആർക്കിടെക്ചർ ചെയ്തിരുന്നത്. അപ്പൊ ആദ്യം ലങ്ക സൃഷ്ടിച്ചത് വിശ്വകർമാവാണ്, എന്നിട്ട് കുബേരൻ അത് കൊടുക്കുകയായിരുന്നു ചെയ്തിരുന്നത് ഇവിടെ. അപ്പൊ വിശ്വകർമാവാണ്. ഉറപ്പാണ്? ഉറപ്പാണ്. സംശയം. ഏതായാലും കുബേരന്റെ നാടായിരുന്നല്ലോ ലങ്കാപുരി എന്നാണല്ലോ പറഞ്ഞത് ഇപ്പോ. അപ്പോ ആ ലങ്കാപുരി കുബേരനാണ് അതിന്റെ നിർമ്മിച്ചതും ആയിക്കൂടെയൊന്നുണ്ടോ? കുബേരന് ഗിഫ്റ്റ് ആയിട്ടായിരുന്നു ഇവിടെ വിശ്വകർമ്മ കൊടുത്തത് എന്നാണ് പറയണത്. ഏതായാലും പറഞ്ഞത് ശരിയോ തെറ്റോ നോക്കാം. ബി വിശ്വകർമ്മ ശരിയോ തെറ്റോ? ഞാൻ പറഞ്ഞില്ലേ, ഡി കുബേരൻ.
കുബേരന്റെ ആയിരുന്നില്ലേ? കുബേരനല്ലേ ലങ്കാപുരിനെ ഉണ്ടാക്കിയെടുത്ത ആള്. ലങ്കാപുരിക്ക് ആ ഒരു ലങ്കാപുരി അത്രയും വിശിഷ്ടമായി മാറാനുള്ള കാരണം കുബേരന്റെ പണം കൊണ്ടല്ലേ? കുബേരനായിരുന്നു അത് ഈ ലങ്കാപുരിയുടെ ആദ്യം ഭരിച്ചിരുന്നത്. പക്ഷെ ഭരിച്ചിരുന്ന ഒരാൾ തന്നെ അല്ലേ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടാവുക? ലങ്കാപുരി കുബേരന് കൊടുത്തതാണ് ഇവിടെ. ഏതായാലും ആ ഉത്തരം ശരിയല്ല. വിശ്വകർമാവാണ് ശരി. വിശ്വകർമാവാണ്. 4ാമത്തെ ചോദ്യത്തിനും കൃത്യമായി ഉത്തരം പറഞ്ഞിരിക്കണം. 40 പോയിന്റ് ആയിരിക്കുന്നു. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 5ാമത്തെ ചോദ്യം. ലങ്കയിൽ മുഴുവനും അലഞ്ഞ ഹനുമാൻ സീതയെ കണ്ടെത്തിയത് എവിടെയാണ്? എ ലങ്കയിലെ കൽത്തുരങ്കിൽ, ബി അമരാവതിയിൽ, സി അശോകവനികയിൽ, ഡി നന്ദനവനത്തിൽ. യുവർ ടൈമർ സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ സി അശോകവനികയിൽ. ഉറപ്പാണോ? ഉറപ്പാ. ഉറപ്പാണ്, ആ. സംശയമില്ല. സംശയമില്ല. ഞാനത് ലോക്ക് ചെയ്യട്ടെ. Lock ചെയ്തു. സി അശോകവനികയിൽ. അശോക മരത്തിന്റെ ചോട്ടിലായിരുന്നു, ശരിയാണ്. ആണ്. പക്ഷെ താമസിച്ചിരുന്ന ആ നന്ദവനം അശോകവനികയാണോ? അല്ല, അശോകവനത്തിലെ ശിംശപ വൃക്ഷത്തിന്റെ ചുവട്ടിലാണ് സീതാദേവി ഇരുന്നിരുന്നതെന്നാണ് എന്നാണ് പറയുന്നത്. ആ. സംശയമില്ല. സംശയമില്ല. ഉത്തരം ശരിയാണോ തെറ്റാണോ? അശോകവനികയിൽ ശരിയോ തെറ്റോ? ശരിയാണോ? ശരിയാണ്. ശരിയാണ്. ശരിയായി. ഓക്കെ, 5 ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു. 6ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 6ാമത്തെ ചോദ്യം. അശോകവനികയിൽ സീതയെ പാർപ്പിച്ചത് ഏത് വൃക്ഷച്ചുവട്ടിലാണ്? ഓപ്ഷൻസ്: എ ശാൽമരി വൃക്ഷം, ബി ശിംശുപ വൃക്ഷം, സി അശോക വൃക്ഷം, ഡി അരവിന്ദ വൃക്ഷം. യുവർ ടൈമർ സ്റ്റാർട്ട്സ് നൗ. ബി ശിംശിപ വൃക്ഷം. നേരത്തെ പറഞ്ഞു വെച്ചാൽ ശരിയായിക്കൊള്ളുന്നില്ല. ആലോചിച്ച് പറയൂ. ടൈമുണ്ട്, ടൈമുണ്ട്. സംശയമുണ്ട്. ശിംശിപ വൃക്ഷത്തിന്റെ കീഴിലാ. ബി ശിംശിപ വൃക്ഷം. ഉറപ്പാണ്? ബി ശിംശുപ വൃക്ഷം ലോക്ക് ചെയ്യട്ടെ? ബി ശിംശുപ വൃക്ഷം ലോക്ക് ചെയ്യൂ. ഞാൻ അപ്പോളേ പറഞ്ഞു, ആലോചിച്ച് പറയൂ. സമയമുണ്ട്, സമയമുണ്ട്, സമയമുണ്ട്. അതെ, ഹരിഗോവിന്ദ് പറയുകയും ചെയ്തു അശോകവൃക്ഷം. ആ മരത്തിന്റെ പേര് അശോകവൃക്ഷം. ശോകം ഇല്ലാത്തതെന്നല്ല അർത്ഥം. സീതയുടെ ശോകത്തിന്റെ ഒരു അല്ലേ? അപ്പൊ അശോകവൃക്ഷം അല്ലേ എന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ആവാന്നോ ആണെന്നോ? ശിംശിപ ബുക്കില് പഠിച്ച. അതിപ്പോ രാമായണം എത്ര വേർഷൻസ് ഉണ്ട്? അല്ല, പക്ഷേ ഇവിടെ പ്രിസ്ക്രൈബ് ചെയ്ത ഇതില് ശിംശുപ വൃക്ഷം എന്നാണോ? ഉറപ്പാണ്? ഏതായാലും മോനെ തെറ്റിപ്പോയി. ശിംശുപ വൃക്ഷം ആണ്. ശിംശുപ വൃക്ഷം തന്നെയാണ്. അത് അധ്യാത്മരാമായണത്തിൽ ഏത് രാമായണം എടുത്താലും അങ്ങനെ തന്നെയാണ്. വളരെ കറക്റ്റായിട്ടുള്ള ഉത്തരവായിരുന്നു. നമുക്ക് അവസാനത്തെ ചോദ്യമായ 7ാം ചോദ്യത്തിലേക്ക് പോവാം. 7ാമത്തെ ചോദ്യം. ലങ്കാദർശന വേളയിൽ തനിക്ക് ധർമ്മലോപം വരുത്തുമെന്ന് ഹനുമാൻ ആശങ്കിച്ചത് എന്താണ്? എ രാക്ഷസന്മാരുടെ ദുഷ്ടത കാണുന്നത്, ബി അധർമ്മിയായ രാവണന്റെ പുരിയിൽ സഞ്ചരിക്കുന്നത്, സി സീതയെ കാണാതെ തിരിച്ചു പോകുന്നത്, ഡി അന്തപുരത്തിൽ പരതാരങ്ങളെ ദർശിക്കുന്നത്. യുവർ ടൈമർ സ്റ്റാർട്ട്സ് നൗ. ഡി അന്തപുരത്തിൽ പരതാരങ്ങളെ ദർശിക്കുന്നത്. സംശയമില്ല. സംശയമില്ല. ഉറപ്പ്? ഉറപ്പ്. ലോക്ക് ചെയ്യട്ടെ? ഡി അന്തപുരത്തിൽ പരതാരങ്ങളെ ദർശിക്കുന്നത് ലോക്ക്. ധർമ്മലോപം എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ധർമ്മത്തിന്റെ പാതയിൽ നിന്ന് വ്യതിചലിക്കുക. ആര്? ഹനുമാൻ. അതായത് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിനനുസൃതമായിട്ട് ജീവിച്ചിരുന്ന ആളാണല്ലോ ഹനുമാൻ. അപ്പോൾ മറ്റ് സ്ത്രീകളെ നോക്കുന്നത് ധാർമ്മികമായ പ്രവൃത്തിയായി നമ്മുടെ സംസ്കാരത്തിൽ
കണക്കാക്കാതിരുന്നത് കാരണം ഹനുമാൻ അങ്ങനെ അധർമ്മിയായ രാവണന്റെ പുരിയിൽ സഞ്ചരിക്കുന്നതും അപ്പൊ പല അധർമ്മങ്ങളെ കാണുന്നുണ്ടല്ലോ. അല്ല, ഇത് അതല്ലേ കൂടുതൽ ആൾക്കാരെ കാണുന്നത്, പെണ്ണുങ്ങളെ മാത്രമല്ലല്ലോ, അല്ല, സ്ത്രീകളെ മാത്രമല്ലല്ലോ. ഹനുമാൻ രാവണന്റെ പുരിയിൽ സഞ്ചരിക്കുന്നത് രാവണനും ഇവരെല്ലാവരും നിദ്രയിലാണ്ടിരിക്കുമ്പോഴാണ്. അപ്പൊ അല്ല, ആയിക്കോട്ടെ, അവര് നിദ്രയിലാണെങ്കിലും ഹനുമാൻ നിദ്രയിലല്ലോ. അല്ല. മാത്രമല്ല, സീതയെ കാണാതെ തിരിച്ചു പോകുന്നത് അതല്ലേ ഏറ്റവും വലിയ ധർമ്മലോപം. അല്ല, അത് ഹനുമാൻ ഏൽപ്പിച്ച ധർമ്മം പാലിക്കാതെയല്ലേ അല്ല, തിരിച്ചു അദ്ദേഹം മനഃപൂർവ്വം സീതയെ തിരയാതെ അലസമായിട്ട് തിരിച്ചു പോകുകയല്ലോ. അപ്പൊ പിന്നെ അത് ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കലാകില്ല. അല്ല, സംശയമില്ല. ഇല്ല. ഏതായാലും നോക്കാം, അവസാനത്തെ ചോദ്യത്തിൽ പറ്റിച്ചോ എന്നൊരു സംശയമുണ്ട്. ഏതായാലും നമുക്ക് നോക്കാം. ഡി, അന്തപുരത്തിൽ പരതാരങ്ങളെ ദർശിക്കുന്നത് ശരിയാണോ തെറ്റാണോ? പോയി ഞാൻ ശരിയായ ഉത്തരമാണ് ഡി, അന്തപുരത്തിൽ പരതാരങ്ങളെ ദർശിക്കുന്നത്. വളരെ നന്നായിട്ട് നിങ്ങൾ ഉത്തരം പറഞ്ഞു. വളരെ എന്താ പറയുക, ഒരുപാട് സിംബിളൈസേഷനുള്ള ഒരു ഇതാണത്. വളരെ നല്ല രീതിയിൽ നിങ്ങളത് പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, ഇല്ലയെന്ന്. കാര്യം മയനും കുബേരനും ഒക്കെ ഒരു കൺഫ്യൂഷനാണ് എല്ലാവർക്കും, അല്ലേ? ഏതായാലും വളരെ നന്നായി നിങ്ങൾ ഉത്തരം പറഞ്ഞു. വെരി ഗുഡ്, ഓൾ ദ ബെസ്റ്റ്.